നവകേരള സദസ്സ് പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രാദേശിക നേതാവ് കോൺഗ്രസ് കിടങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ബേബി മുളവേലിപ്പുറത്താണ് യോഗത്തിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, കോൺഗ്രസ് നേതാവ് പങ്കെടുത്തിരിക്കുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? സദസ്സ് എങ്ങനെ പുരോഗമിക്കുന്നു? നവകേരള സദസ്സ് കടുത്തുരുത്തി മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇതിന്റെ ഭാഗമായി നടന്ന പ്രഭാത യോഗത്തിലാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കുറവിലങ്ങാട് വെച്ചിട്ടായിരുന്നു ഈ പ്രഭാത യോഗം സംഘടിപ്പിച്ചത്. ഇതിലാണ് കോൺഗ്രസ് കിടങ്ങൂർ മണ്ഡലം പ്രസിഡന്റായ ബേബി മുളവേലിപ്പുറത്ത് പങ്കെടുത്തത്. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ മന്ത്രിമാരുമായി ചർച്ച ചെയ്യാനാണ് ഇത്തരത്തിൽ താൻ പങ്കെടുത്തത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗക്കാരുടെ മാത്രം പരിപാടിയല്ല, അത് ജനങ്ങളുടെ മൊത്തത്തിലുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് പങ്കെടുക്കാതിരിക്കാൻ സാധിക്കുക എന്ന രീതിയിലുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ പ്രഭാത യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കേരള സർക്കാരിനെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ ഞെരുക്കുന്ന പ്രതികരണമാണ് നിലവിൽ നടത്തുന്നതെന്നും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കേരള സർക്കാരിനെ കൊണ്ടെത്തിക്കുന്നതും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ നവകേരള സദസ്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മണ്ഡലം വൈക്കമാണ്. ഈ വൈക്കം മണ്ഡലത്തോടുകൂടി കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സ് പൂർണ്ണമാകും. അതിനുശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് സദസ്സ് പ്രവേശിക്കും. വൈക്കത്തിനും തവണക്കടവിനും ഇടയിലുള്ള വേമ്പനാട്ട് കായൽ വഴി ജങ്കാറിലൂടെയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുക. ആലപ്പുഴ ജില്ലയിലും ഇന്ന് 2 മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ സദസ്സ് നടക്കുക. അരൂർ, ചേർത്തല എന്നീ മണ്ഡലങ്ങളിലാണ്. ഓരോ മണ്ഡലത്തിലും ഏകദേശം 10 പഞ്ചായത്തുകളിൽ നിന്നുമായി 25,000 മുകളിൽ ഉള്ളവർ സദസ്സിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ അതിർത്തിയിൽ ജില്ലാ സംഘാടക സമിതിയുടെ ഭാഗമായി വലിയൊരു വരവേൽപ്പും തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ആലപ്പുഴ ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയതായും സംഘാടക സമിതി നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഫിജി. ശരി.